അങ്ങനെ 2025 വർഷം നമ്മളിൽ നിന്നും, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിന്നും വിട പറയുകയാണ്. പുതിയൊരു വർഷം നാളെ തുടങ്ങുന്നു. എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട ഐശ്വര്യപൂർണമായ ഒരു പുതുവത്സരം ആശംസിക്കുന്നു. ഒപ്പം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പിന്നെ സുഖവും ദുഃഖവും നിറഞ്ഞതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. സുഖവുമുണ്ട്, ദുഃഖവുമുണ്ട്. നാണയത്തിന് രണ്ട് വശങ്ങളുള്ളതുപോലെ ജീവിതത്തിൻ്റെ ഭാഗമാണ് സുഖവും ദുഃഖവും എന്ന് പറയുന്നത്. സുഖമൊക്കെ വരുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നും. പക്ഷേ ദുഃഖം വരുമ്പം നമ്മുടെ മനസ്സിൽ ഒരുപാട് വേദനയും വരും. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മനസ്സെപ്പോഴും സ്ട്രോങ് ആയിരിക്കണം. എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി നമ്മളുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. പിന്നെ ബൈബിളിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നാളത്തെ ദിവസം ചൊല്ലി പ്രശംസിക്കരുത്. നാളെ നിൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിക്കുമെന്ന് അറിയുന്നില്ല. അതുകൊണ്ട് ഭൂമിയിലുള്ള ഈ ജീവിതത്തിൽ നമ്മൾ ചെറിയവരെ ആരെയും കളിയാക്കാനൊന്നും പോകാതെ, അവരെയൊന്നും അടിച്ചമർത്താൻ പോകാതെ എല്ലാവരുമായിട്ടും കരുണയോടെ പോകണം. അങ്ങനെ സ്വർഗീയ പിതാവ് നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം വളരെ വലുതായിരിക്കും. മറ്റൊരാളെ ദ്രോഹിക്കാനോ പിന്നെ അടിച്ചമർത്താനോ അവരെ കളിയാക്കാനോ ഒക്കെ പോവുകയാണെങ്കിൽ അത് ഈ ലോകജീവിതത്തിലും നമ്മൾ അനുഭവിക്കണം. പിന്നെ മരണശേഷം നമ്മുടെ ആത്മാവിനും അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് കഴിവതും ഓരോരുത്തരും ഭൂമിയിൽ തന്നിട്ടുള്ള കടമകളൊക്കെ വളരെ സന്തോഷത്തോടെ നിർവഹിക്കുക. നാളെ എന്നത് നമുക്കൊരിക്കലും അവകാശപ്പെട്ടതല്ല. നാളെ എന്ന് പറയുന്നത് ദൈവത്തിൻ്റേതാണ്. അപ്പോൾ അതുകൊണ്ട് കുപ്പക്കളത്തിൽ കിടന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥ നാളെ ദൈവത്തിന് വിചാരിച്ചാൽ മാറ്റാൻ പറ്റും. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഐശ്വര്യം നിറഞ്ഞ പുതുവത്സരം ആശംസിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എന്നും നന്മകളൊക്കെ ഉണ്ടാവട്ടെ.